ക്രിസ്തീയ ജീവിതത്തിൽ പ്രധാനമായും നമ്മൾ അനുഷ്ഠിക്കേണ്ട, എപ്പോഴും ശ്രദ്ധ പുലർത്തേണ്ട ഒരു സംഗതി, എന്താണ് ഈ നിമിഷത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം? എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു ചിന്തയാണത്. ഈ നിമിഷത്തിലെ ദൈവഹിതം എന്താണ്? ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തേണ്ടത് ഈ ചിന്തയിലാണ്. എന്താണ് ഈ ദിവസത്തെ എന്നെ സംബന്ധിക്കുന്ന ദൈവഹിതം? എന്താണ് ഇന്നത്തെ ദൈവഹിതം? എന്താണ് ഇന്ന് എന്നെ സംബന്ധിക്കുന്ന കർത്താവിന്റെ ഇഷ്ടം? അല്ലെങ്കിൽ കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ, എന്താണ് ഈ നിമിഷത്തിലെ ദൈവഹിതം? ഈ എന്ത് ചെയ്യണമെന്നാണ് ജീവിതം മുഴുവൻ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. എന്താണ് കർത്താവിന്റെ ഇഷ്ടം? അങ്ങനെ ജീവിതകാലം മുഴുവൻ കർത്താവിന്റെ ഇഷ്ടം അനുസരിക്കാൻ തന്നെ സമർപ്പിച്ച ചില വ്യക്തികളാണ് ചുറ്റുപാടുള്ള ഭവനങ്ങളിലെല്ലാം, നമ്മുടെ വീടുകളിലെല്ലാം നക്ഷത്ര ശോഭയോടെ തെളിഞ്ഞ വിളക്കുകളായി വലിയ പ്രകാശത്തിന്റെ ഒരു അന്തരീക്ഷം നമ്മുടെ ജീവിതത്തിൽ ഉദിക്കേണ്ട ഒരു നക്ഷത്രം. നമ്മള് മത്തായിയുടെ സുവിശേഷത്തിൽ ജ്ഞാനികളെ കുറിച്ച് വായിക്കുമ്പോൾ സൂചന അവിടെ നൽകപ്പെടുന്നുണ്ട്. അവർ നക്ഷത്രം പോയ വഴിയെ യാത്ര ചെയ്തവരാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ അതിനെ കുറിച്ച് പറയുന്നത്, നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു എന്നാണ്. ഒരു വെളിച്ചം കണ്ടപ്പോൾ അവർ സന്തോഷിച്ചു. അവർക്ക് വലിയ ആഹ്ലാദം ഉണ്ടായി. ആഹ്ലാദത്തിന്റെ കാരണം എന്താണ്? ഒരു വെളിച്ചം, അത് കാണുമ്പോഴാണ് നമ്മൾ സന്തോഷിക്കുന്നത്. എന്താണ് ആ വെളിച്ചം? യോഹന്നാൻ പറയും, യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. ആരാണ് ആ വെളിച്ചം? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും 4-ാമത്തെ വാക്യം, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ മനുഷ്യന്റെ വെളിച്ചമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ വിശ്വനെ പറയും, ഞാൻ ലോകത്തിന്റെ പ്രകാശം. സഞ്ചരിക്കുന്നവൻ എന്നതാണ് നമ്മുടെ സന്തോഷം. അപ്പൊ ക്രിസ്തുവാകുന്ന വെളിച്ചത്തിൽ സഞ്ചരിക്കുക, ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുക, ക്രിസ്തുവിനെ കുറിച്ച് ക്രിസ്തുവിനെ കുറിച്ച് വചനത്തിലൂടെ ആഴമായിട്ട് അറിയുക, ക്രിസ്തുവിന്റെ ഇഷ്ടം ചെയ്യാൻ പരിശ്രമിക്കുക. എന്താണ് ഈ നിമിഷത്തിലെ ക്രിസ്തുവിന്റെ ഇഷ്ടമെന്ന് അന്വേഷിക്കുക. ഇതിന്റെയൊക്കെ പേരാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ എന്ത് ലളിതമാണ് ക്രിസ്തീയ ജീവിതം. പറയുന്നത് പോലെ ക്രിസ്തുവിനെ നേടുക എന്നുള്ളതും അവനോടുകൂടെ ഒന്നായി ആഗ്രഹിക്കുന്നുള്ളൂ, വേറൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല.